Hello, good afternoon. Good afternoon. Good afternoon, ma'am. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ക്ലാസ്? എവിടെ വരെ നമ്മൾ എടുത്തു കഴിഞ്ഞ ക്ലാസ്സില്? ഓർമ്മയുണ്ടോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഏകദേശം അതിന്റെ അവസാന ഭാഗത്ത് എത്തിയിരുന്നു. എവിടെയാണെന്ന് നമ്മൾ എടുക്കണ്ടേ? മോട്ടിവേഷൻ വരെ പറഞ്ഞു. മോട്ടിവേഷൻ തുടങ്ങി നമുക്ക് എടുക്കാം. ഓക്കെ, മോട്ടിവേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ തുടങ്ങി വെച്ചു. പക്ഷെ നമ്മളുടെ ക്ലാസ് ആ സമയം അപ്പോഴേക്കും തീർന്നു പോയിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. മോട്ടിവേഷൻ എന്ന് പറയുന്ന ടോപ്പിക് കൂടി എടുക്കും. നമുക്ക് അതിനകത്ത് കുറച്ച് എന്താ പറയാ, മോട്ടിവേഷന് വേണ്ടി മാനേജ്മെന്റ് എടുക്കുന്ന കുറെ സ്റ്റെപ്സ്, ഹൗ ടു ഇൻക്രീസ് മോട്ടിവേഷൻ എമംഗ് ദ എംപ്ലോയീസ്, അതൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. That means end part of the chapter ആണ്. ചാപ്റ്ററിന്റെ ഭാഗം തീരാറായിക്കൊണ്ടിരിക്കുന്നു. മോട്ടിവേഷൻ എന്താണ്? മോട്ടിവേഷൻ എന്ന് പറയുന്നത് is a persuasion of workers to give or to get productive performance. ഓരോ ഓർഗനൈസേഷനിലെ ഓരോ എംപ്ലോയീസിൽ നിന്നും അവർക്ക് പ്രൊഡക്റ്റീവ് പെർഫോമൻസ്, അവരിൽ നിന്ന് നല്ല ഉത്പാദനക്ഷമതയുള്ള പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർസുവേഷൻ, ആരെ നമ്മുടെ വർക്കേഴ്സിനെ പെർസുവേഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, അവര് എന്താ പറയുക, കൂടുതൽ അവർക്ക് വേണ്ട ചില പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. ആ പ്രോത്സാഹനങ്ങളാണ് മോട്ടിവേഷൻ പറയുന്നത്. ആ ഒരു പ്രോസസ്, അതിനെയാണ് നമ്മള് മോട്ടിവേഷൻ എന്ന് വിളിക്കുന്നത്. ആ ഒരു പ്രോസസ്, അതായത് എങ്ങനെ നമുക്ക് എംപ്ലോയീസിൽ നിന്നും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അവരുടെ പെർഫോമൻസുകൾ എടുക്കാൻ പറ്റും, അവരുടെ റിസൾട്ട്, അവരുടെ ഔട്ട്പുട്ട് എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം, ഇൻക്രീസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നമുക്ക് പ്ലാൻ ചെയ്ത് മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ്, അതിനെയാണ് നമ്മുടെ മോട്ടിവേഷണൽ പ്രോസസ് എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ ഇത് എന്താ പറയാ, ഒരു പ്രാവശ്യം കൊടുത്തു പിന്നെ വേണ്ടാന്നല്ല, ഇതൊരു കണ്ടിന്യൂറ്റി പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ടതാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവര് പരമാവധി അവര് എന്താ പറയാ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ചില കാര്യങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് ഇപ്പൊ ഓർഗനൈസേഷനിൽ പുതിയതായിട്ട് ജോലിക്കാരൊന്നും അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു, നമ്മൾ നടപടി സ്വീകരിച്ചു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തു, ആൻഡ് ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂഡ് ആഫ്റ്റർ എ പർട്ടിക്കുലർ പീരീഡ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതേ പ്രോസസ് നമുക്കൊന്ന് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമുക്ക് വർക്കേഴ്സിനെ, എംപ്ലോയീസിനെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കാൻ പറ്റുക. മോട്ടിവേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു മേക്ക് പീപ്പിൾ ടു വർക്ക് വിത്ത് പാഷൻ. അതായത് ഓരോ ജോലിക്കാരുടെയും പാഷനോടുകൂടി ജോലി ചെയ്യിക്കുക, വളരെ ഇൻട്രസ്റ്റോടുകൂടി ജോലി ചെയ്യിപ്പിക്കുക, വളരെ ഇൻതൂസിയാസ്റ്റിക് ആയിട്ട്, വളരെ ആക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യിപ്പിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു എന്താ പറയാ മോറൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക. ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകണം. ഞാൻ ആ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി ആരുടെ ഉള്ളിൽ ഉണ്ടാകണം? എംപ്ലോയീസിന്റെ ഉള്ളിൽ ഉണ്ടാകണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മോട്ടിവേഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, മോട്ടിവേഷന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ടു മേക്ക് പീപ്പിൾ ഓർ ടു മേക്ക് ദ എംപ്ലോയീസ് വില്ലിംഗ് ടു ഡു സം വർക്ക് വിത്ത് പാഷൻ. ചെയ്യുന്ന ജോലി പാഷനോടുകൂടി ചെയ്യുക, ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുക, എന്തോസിയാസ്റ്റിക് ആയിട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ പേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് മോറൽ സാറ്റിസ്ഫാക്ഷൻ, വ്യക്തിപരമായിട്ടും എല്ലാവരും കൂടി ചേർന്നിട്ടാണെങ്കിലും അവർക്ക് ഒരു മെന്റൽ, ഒരു മോറൽ, ഒരു ധാർമ്മികമായ ഒരു സംതൃപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മോട്ടിവേഷൻ കൊടുക്കുന്നത്. പിന്നെ അറ്റ് ദ സെയിം ടൈം അതേപോലെ തന്നെ ഇറ്റ് ഇംപ്രൂവ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എംപ്ലോയീസ്. അതോടൊപ്പം തന്നെ ഓരോ എംപ്ലോയീസും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കാൻ, അവരുടെ വിശ്വാസ്യത നിലനിർത്താൻ, ഓർഗനൈസേഷനോടുള്ള നമ്മൾ എത്രത്തോളം ലോയൽ ആണ് നമ്മളുടെ ഓർഗനൈസേഷനോട്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് നമുക്ക് കുറച്ച് കൂടുതലും വിശ്വാസ്യതയും ഒക്കെ കീപ്പ് ചെയ്യേണ്ടതാണ്, അല്ലെ? അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ എംപ്ലോയീസ് കൃത്യമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ എന്താ പറയാ റെസ്പെക്റ്റും, അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള മോട്ടിവേഷൻസും ഒക്കെ കൃത്യമായി കിട്ടുമ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഉള്ളിൽ നിന്ന് എംപ്ലോയീസിന്റെ ഉള്ളിൽ നിന്ന് താഴെ വന്നു. അപ്പൊ പരമാവധി എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളതാണ് മോട്ടിവേഷന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഡിസിപ്ലിൻഡ് ആകുക.
എംപ്ലോയീസ് ഉണ്ടാകും, കൃത്യത പാലിക്കും, എല്ലാ കാര്യത്തിലും അച്ചടക്കവും കൃത്യമായിട്ട് പാലിക്കും. കാരണം എന്താ, നമ്മളോടൊപ്പം നിൽക്കുന്ന നല്ലൊരു മാനേജ്മെന്റ് നമ്മളെ മോട്ടിവേറ്റഡ് ആക്കാനും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും സമയാസമയങ്ങളിൽ തരാനും നമ്മുടെ കാര്യങ്ങളിൽ എന്താ പറയുക ശ്രദ്ധ വയ്ക്കാനും സൂപ്പർവൈസ് ചെയ്യാനും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ഇതനുസരിച്ച് അതിന്റെ റിഫ്ലക്ഷൻ അവിടെ വരിക എംപ്ലോയീസിന്റെ ഇടയിലാണ്. അവർ ഉത്തരവാദിത്തത്തോടെ പെരുമാറും. അതുപോലെ തന്നെ അവരെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യും. അതായത് വരുന്നത് പോകുന്നത് കൃത്യമായിട്ട് കൃത്യനിഷ്ഠമായിട്ട് ചെയ്യും. തോന്നിയ സമയത്ത് വരിക, തോന്നിയ സമയത്ത് പോകാൻ വയസ്സ് അതൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് തരാൻ ചെയ്യും അല്ലെ. അപ്പൊ നമുക്കൊരു എന്താ പറയാ ഒരു ലോയൽറ്റി നമ്മുടെ ഓർഗനൈസേഷനോട് ഉണ്ടാവുകയും ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്രീസസ് ദ കോൺഫിഡൻസ്. അത് മാത്രമല്ല നമ്മളുടേതായ ഒരു വിശ്വാസ്യത, ഒരു കോൺഫിഡൻസ് ഇതൊക്കെ കാത്തു സൂക്ഷിക്കാനും ആൻഡ് അവസാനം എന്താണ് ഇതിനെല്ലാം ഉപരി ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ തിരിയും. മനസ്സിലായോ? അതായത് ഓർഗനൈസേഷന്റെ വളർച്ചയാണ് എന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ വളർച്ചയാണ് എന്റെയും വളർച്ച എന്ന ചിന്തയിലേക്ക് എംപ്ലോയീസിനെ മാറ്റാൻ പറ്റും. ഇതൊക്കെ മോട്ടിവേഷൻ കൊണ്ടേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു പേഴ്സണൽ എംപ്ലോയീസ് ഗ്രോത്ത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എംപ്ലോയീസിന്റെ വളർച്ചയെ സ്വാധീനിക്കാനുള്ള ഒരു ഘടകം കൂടിയാണ് മോട്ടിവേഷണൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പൊ മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാ ഓർഗനൈസേഷനും. അതനുസരിച്ച് എംപ്ലോയീസിന് എന്തുണ്ടായിരിക്കും, അവരുടെ ഗ്രോത്ത്, അവരുടെ വളർച്ചയ്ക്കും കാരണമാകും. ക്ലിയർ ആയോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് മോട്ടിവേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഇപ്പോ എന്താ പറയാ മോട്ടിവേഷന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് എന്തൊക്കെയാണ് കേട്ടോ. ഇറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് മോട്ടിവേഷൻ, ഇറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് മോട്ടിവേഷൻ ടു ക്രിയേറ്റ് കണ്ടീഷൻസ് ഇൻ വിച്ച് പീപ്പിൾ ആർ വില്ലിംഗ് ടു വർക്ക് വിത്ത് പാഷൻ, ഇനീഷ്യേറ്റീവ്, ഇൻട്രസ്റ്റ്, enthusiasm ആൻഡ് ഹൈ പേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് മോറൽ സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ എങ്ങനെ ചെയ്യണം? വളരെ സന്തോഷത്തോടെയും അതുപോലെ വളരെ താല്പര്യത്തോടെയും അതുപോലെ പാഷനായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അവിടെ വർദ്ധിക്കുന്നുണ്ട് എംപ്ലോയീസിന്റെ. എന്തൊക്കെയാ? സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ലോയൽറ്റി ആൻഡ് ഡിസിപ്ലിൻ വിത്ത് പ്രൈഡ് ആൻഡ് കോൺഫിഡൻസ്. അഭിമാനത്തോടെ നമ്മൾ ആ ജോലി ചെയ്യാനും ഒക്കെ എംപ്ലോയീസ് തയ്യാറാകും. അപ്പൊ മോട്ടിവേഷണൽ ടെക്നിക് എന്ന് പറയുന്നത് പേഴ്സണൽ എംപ്ലോയീസ് ഗ്രോത്ത്, എംപ്ലോയീസിന്റെ ഗ്രോത്ത് വളർച്ചയാണ് മോട്ടിവേഷണൽ ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സെന്റൻസ് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് വലിയ സെന്റൻസ് ആണ് ഒന്നാമത്തെ, രണ്ടാമത്തെ സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ചെയ്തോ? യെസ്. ഇനി അടുത്തത്. ഓക്കെ, അടുത്തത് എന്താണ് അതിനു വേണ്ടിയിട്ട് ഈ മോട്ടിവേഷൻ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടി എന്തൊക്കെ ടെക്നിക്സ് ആണ് മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നത്? മാനേജ്മെന്റിന്റെ ടെക്നിക്സ് ആണ് ടു ഇൻക്രീസ് മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പ്രത്യേക സാങ്കേതികപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഈ കാര്യങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ മോട്ടിവേഷണൽ ടെക്നിക്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു. പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ്. ഒന്ന് ഫിനാൻഷ്യൽ മോട്ടിവേഷനും രണ്ട് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനും. ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ്, നിങ്ങൾക്കറിയാം ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്തായിരിക്കാം? ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പണം കൊടുത്തിട്ട് അവരെ മോട്ടിവേറ്റഡ് ആക്കാം. എങ്ങനെ പണം കൊടുക്കാം? വെറുതെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കാശ് കൊടുക്കണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. അതായത് വേജസ് എന്താ പറയാ അവർക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ, സാലറി അതിന്റെ രൂപത്തില്, ബോണസിന്റെ രൂപത്തില്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഷെയർ, ലാഭം ഉണ്ടാകും ആ ലാഭത്തിന്റെ ഒരു വിഹിതം കൊടുക്കുക അല്ലെ. അതുപോലെ തന്നെ ലീവ് വിത്ത് പേ, അതായത് ഇപ്പൊ ലീവ് എടുത്താലും അതിന്റെ പേയ്മെന്റ് കൊടുക്കുക. ലീവ് എടുത്താലും കുഴപ്പമില്ല, കാരണം ബാക്കിയുള്ള ദിവസം വളരെ ഇഫക്റ്റീവ് ആയിട്ട് ആണ് ജോലി ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മോട്ടിവേഷൻ. കണ്ടോ? അപ്പൊ ലീവിന്റെ പേ കട്ട് ചെയ്യുന്നില്ല, അല്ലാതെ നമുക്ക് ആ പേയ്മെന്റ് കൊടുക്കുക. കാരണം അതർ കേസില് ആള് വളരെ ഇഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം ലീവ് എടുത്തു, ചിലപ്പോൾ അത്യാവശ്യമുള്ളവരൊക്കെ ആയിരിക്കുമല്ലോ ലീവ് എടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങൾ സാധാരണ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിലൊക്കെ എന്ത് ചെയ്യും? അത് കട്ട് ചെയ്യും, ലീവിന്റെ എന്താ പറയാ പൈസ കട്ട് ചെയ്യും. ആ ഒരു ദിവസത്തെ എമൗണ്ട് എത്രയാണോ കട്ട് ചെയ്യും. അത് ചില ഓർഗനൈസേഷനിൽ മാസത്തിൽ ലീവ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ 2 ലീവ് ആയിരിക്കാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓർഗനൈസേഷൻ, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട്. അപ്പൊ അതിന്റെ അത് കൂടാതെ എടുക്കുന്ന ലീവുകൾക്ക് ചിലപ്പോൾ പേയ്മെന്റ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്യാതെ അവർക്ക് ആ അന്നത്തെ ദിവസവും അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നു. പിന്നെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, നമ്മൾ എന്തെങ്കിലും തരത്തില് പല അസുഖം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി, അപ്പൊ നമുക്ക് ആ ഹോസ്പിറ്റലിൽ ഭയങ്കര വലിയ എമൗണ്ട്, അപ്പൊ ചെറുതായിട്ട് ആ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളൊക്കെ മീറ്റ് ചെയ്ത് കൊടുക്കുന്ന ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. ഓക്കെ, മെഡിക്കൽ ചെലവുകൾ, അവിടെ ഹോസ്പിറ്റലിലെ ചില ചെലവുകൾ മീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ പണസംബന്ധമായി കൊടുക്കുന്നത്, പണരൂപത്തിൽ കൊടുക്കുന്ന മോട്ടിവേഷൻസ്. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത് ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു മണിയുമായി ബന്ധപ്പെട്ടതാണ്. ലൈക്ക് വേജസ്, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, ലീവ് വിത്ത് പേ, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എക്സെട്ര. ഓക്കെ, ഇതൊക്കെ പണസംബന്ധമായിട്ടുള്ള
ഒരു മോട്ടിവേഷൻ പ്രോഗ്രാം. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. ഇത് ചില ഓർഗനൈസേഷൻസ് ഈ ടെക്നിക്കായിരിക്കും ഫോളോ ചെയ്യും, ഇങ്ങനെയും ഫോളോ ചെയ്യും. കൂടാതെ there are some non-financial motivations which is provided by the management. ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻസും ഉണ്ട്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവിടെ പണമായിട്ടല്ല കൊടുക്കുക, മറ്റൊരു പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളാണ്. ബിസിനസ് ഓർഗനൈസേഷനകത്ത് തന്നെ പല മറ്റ് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്ത് അവരെ മോട്ടിവേറ്റഡ് ആക്കുന്നു. എന്താണ് അതിനെ കുറച്ച് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇറ്റ് ഈസ് നോട്ട് ലിങ്ക്ഡ് വിത്ത് മോണിറ്ററി റിവാർഡ്. തീർച്ചയായിട്ടും ഇത് പണമായിട്ടുള്ള പ്രതിഫലം കൊടുക്കുന്ന രീതിയല്ല നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുണ്ടോ? ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. തന്നെ മനസ്സിലായി ഫിനാൻഷ്യൽ കൊടുത്തത്. അതായത് വേജസ് ആയിട്ടും ബോണസ് ആയിട്ടും പ്രോഫിറ്റ് ഷെയറിംഗ് ആയിട്ടും അതുപോലെ തന്നെ ലീവ് വിത്ത് പേ ആയിട്ടും മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് പൈസയായിട്ടൊക്കെ കൊടുക്കുന്ന മോട്ടിവേഷൻ ആണ്. എന്നാൽ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനില് പൈസയെല്ലാം കൊടുക്കുക. പറഞ്ഞത് മനസ്സിലായി? ഇത്രയും ഉറക്കം പോകണ്ടോ ആരെങ്കിലൊക്കെ? ഹലോ, എല്ലാവരും ഇല്ലേ അവിടെ? സൗണ്ട് ക്ലിയർ ആണോ? ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്താണ് ഈ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസ് എങ്ങനെയൊക്കെയാണ് മാനേജ്മെന്റ് നടപ്പിലാക്കുക? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. അതായത് ഓരോ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവര് ചില പ്രത്യേക പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുമ്പോൾ അവർക്ക് വേണ്ട ചില എന്താ പറയുക പ്രൈസ് എന്ന് പറഞ്ഞ ചിലപ്പ് വരുത്തല്, അവരുടെ അഭിമാനത്തെയും അവർ അവർ കൊണ്ടുവന്ന നേട്ടത്തിന് അവരുടെ റിസൾട്ടിന് ഒരു അഭിനന്ദനം ഇതൊക്കെ അർഹിക്കുന്നുണ്ട് അല്ലെ? ഒരു വാക്ക്, നല്ല വാക്ക് പറയുക എന്ന് കേട്ടാൽ നമ്മുടെ വീടുകളിലെ ജോലികൾ ചെയ്യുമ്പോൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ചെയ്യുന്നു. നിനക്ക് ഇവിടെ എന്താ ജോലി എന്ന് ഉത്തരം നമ്മൾ ചോദിക്കുമ്പോ അല്ലെ 10 പോലെ ഞാൻ ചെയ്യുന്നതാണ് വലിയ ജോലി. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരാള് ഒരു വീടിനെ മാനേജ് ചെയ്യുമ്പോൾ അതിനകത്ത് ചെയ്യുന്ന ഒരുപാട് ജോലി ഉണ്ട്, അതൊന്നും ആരുടെയും കണ്ടിപ്പെടില്ല അല്ലെ? അപ്പൊ നമ്മളോട് ഇങ്ങനെ ചോദിക്കും എന്താ ഇവിടെ ജോലി ചെയ്യുന്നത് അല്ലെ? ഇതൊക്കെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഇതുണ്ടാക്കിയാൽ മതി, അപ്പൊ എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ അതിനേക്കാളുപരി വന്ന് കയറുമ്പോ എന്താ പറയാ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡിനോ മറ്റു കാര്യത്തെങ്കിലും ഒരു ചെറിയ കോംപ്ലിമെന്റ് ഒക്കെ അവർ കൊടുക്കാം അല്ലെ? നന്നായിട്ട് ഫുഡ് എന്നൊക്കെ പറയാം. അതൊരു അർഹിക്കുന്ന കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യാം, അവരെ കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആക്കാം. ആ ചെയ്യുന്ന ജോലി കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് ആ ഫുഡ് ഉണ്ടാക്കേണ്ട ദിവസം അതിനുവേണ്ടി ഒരു മോട്ടിവേഷൻ. ലൈക്ക് വൈസ് അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ എന്ത് എംപ്ലോയീസ് ചെയ്യുന്ന ജോലിക്ക് അവർ അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ടെങ്കിൽ, അഭിനന്ദനം അർഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പഠിക്കണ്ട, കൊടുത്തേക്ക്. ഓക്കെ, അതൊരു മോട്ടിവേഷൻ ആണ് അല്ലെ? കുറച്ച് എംപ്ലോയീസിനൊക്കെ വിളിച്ചെടുത്തിട്ട് അവരുടെ മുമ്പിലേക്ക് ഒന്ന് ഒരു കൺഗ്രാറ്റുലേഷൻ, ഒരു ക്ലാപ്പ് ഒക്കെ കൊടുത്ത് അത്രയും മതി. ഇത് കാശിനേക്കാൾ വലിയ മൂല്യമാണ് അതിനോട്. അത് അത്രയും വലിയ എന്താ പറയാ ഒരു റെസ്പെക്ട് കൊടുക്കുന്ന ഒരു തുല്യാണ്. അപ്പൊ അവർക്ക് എന്താ അവർ മോട്ടിവേറ്റഡ് ആയി. കാരണം ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിനേക്കാൾ കുറച്ചുകൂടി എന്റെ കയ്യിൽ ബാക്കിയുണ്ട് എനിക്ക് പുറത്തേക്ക് കാര്യങ്ങൾ അതുകൂടി ഇടും എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എംപ്ലോയീസ് വരും. ഓക്കെ, അപ്പൊ അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ് അത് എംപ്ലോയീസിന് കൊടുക്കുന്നത് ഇതൊരു നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഹെഡിങ്ങുകൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് നോൺ മോട്ടിവേഷണൽ ടെക്നിക്സിൽ വരിക എന്നുള്ളത്? ഒന്ന് അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. സെക്കൻഡ് വൺ സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ് ആണ്. ഇനി മാനേജ്മെന്റ് ഓഫൺ സാറ്റിസ്ഫൈഡ്, അതായത് മാനേജ്മെന്റ് സാധാരണ എന്താ പറയുക ബൈ എസ്റ്റാബ്ലിഷിംഗ് സം സ്റ്റാറ്റസ് സിംബൽസ്. അതെന്തെങ്കിലും ഒരു ചെറിയ സ്റ്റാറ്റസ് നേരത്തെ ഉള്ളതിൽ നിന്ന് ഒരു പദവി അവർ കൊടുക്കുക, ചില സിംബൽ പോലെയൊക്കെ ചില എംപ്ലോയീസിന്. അതായത് മറ്റുള്ളവരിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തിരിച്ചു കാണിക്കുന്ന രീതിയിൽ ചില എംപ്ലോയീസിനെ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൊടുക്കുക. ദാറ്റ് മീൻസ് ചില എന്തെങ്കിലും എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫർണിച്ചർ അവരിരുന്ന ആ ഒരു സെറ്റപ്പിൽ നിന്ന് അവരെ മാറ്റി കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു ഫർണിഷിംഗ് ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എംപ്ലോയി നേരത്തെ ജോലി ചെയ്തതിൽ നിന്ന് കുറച്ചും വ്യത്യസ്തമായ രീതിയിൽ ആളുകൾ മാറ്റുക. ആൾക്ക് ഇരിക്കുന്ന റൂമിലോ അല്ലെങ്കിൽ അവിടെ തറയിലൊക്കെ നല്ല കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇരിക്കുന്ന റൂമിനകത്ത് ഒരു നല്ല പിക്ചേഴ്സ് ഒക്കെ കൊണ്ട് ഹാൻഡ് ചെയ്യുക. കാരണം ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ അത്തരം എംപ്ലോയീസിന്. കാരണം അവർ ചെയ്ത ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടിന് അല്ലെങ്കിൽ അവരുടെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിന്റെ ഒരു അനുമോദനം എന്നതുപോലെ ഇത്തരം ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മറ്റ് എംപ്ലോയീസിൽ നിന്ന് വേർതിരിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിന് ഈ ആളെ എന്താ പറയാ ഈ ആളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഒരു അസിസ്റ്റന്റിനൊക്കെ കൊടുക്കുക. ഒന്ന് ഹെൽപ്പ് ചെയ്തോ സാർ അല്ലെങ്കിൽ മേഡം അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ഇതൊന്ന് ഹെൽപ്പ് ചെയ്തേക്ക്, അങ്ങനെ ഒരു അസിസ്റ്റന്റിനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇതും ആളുടെ സ്റ്റാറ്റസ് പ്രൈഡ് വർദ്ധിപ്പിക്കുന്നതിന് ഈക്വൽ ആണ്. അങ്ങനെ ഒരാളുടെ സ്റ്റാറ്റസും പ്രൈഡും വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? ആള് മോട്ടിവേറ്റഡ് ആയി. കാരണം അത് ഇനിയും കീപ്പപ്പ് ചെയ്യാൻ
ആ ഒരു ചെയ്ത പെർഫോമൻസ് ഇനിയും കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് പെർഫോം ചെയ്യാനും കീപ്പപ്പ് ചെയ്യാനും ആര് എംപ്ലോയീസ് ശ്രദ്ധിക്കും. സോ അത് അവരർപ്പിക്കുന്നത് സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. അതൊരു നോൺ മോട്ടിവേഷണൽ ടെക്നിക്കാണ് അല്ലെ, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ് അല്ലെ. നോക്കിയേ, പൈസ ഒന്നും കൊടുക്കില്ല, പക്ഷെ ഈ ഒരു കാര്യങ്ങളാണ്, ഇത്തരം ചില കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ചിലപ്പോൾ ഒരു കാർപ്പറ്റ് കൊടുക്കുക, അവരുടെ ഫർണിഷിങ്, നേരത്തെ ഇരുന്ന കസേര മാറ്റി ചിലപ്പോൾ ഒരു കറങ്ങുന്ന കസേരയൊക്കെ കൊടുത്തു അല്ലെ. അതൊക്കെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഇത്തരം മോട്ടിവേഷൻസ്. കാരണം അവരുടെ പെർഫോമൻസുകൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പൊ ബാക്കിയുള്ളവർക്കും അതൊരു പ്രചോദനമായിരിക്കും, ഇൻസ്പയർഡ് ആയിരിക്കും. കാരണം എന്താ, അവരും വിചാരിക്കും എനിക്കും അങ്ങനെ ആകണം, മറ്റുള്ള എംപ്ലോയീസിന് മുമ്പിൽ എന്നെയും അങ്ങനെ പുകഴ്ത്തണം, അല്ലെങ്കിൽ എനിക്കും ഇങ്ങനെ ഒരു സ്റ്റേറ്റസ് മാനേജ്മെന്റ് തരണം എന്നുള്ളത് മറ്റുള്ളവർക്ക് ആഗ്രഹിക്കും. അതുകൊണ്ടാണ്. ക്ലിയർ ആയോ? കോസ്റ്റ്ലി ഫർണിച്ചർ അല്ലെങ്കിൽ കാർപ്പറ്റ് ഓൺ ദ ഫ്ലോർ, പിക്ചേഴ്സ് ഓൺ ദ വാൾ, ഇതൊക്കെ കൊടുത്ത് സ്റ്റേറ്റസ് വർദ്ധിപ്പിക്കുക. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. അടുത്തത് കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻസ് സാധാരണ നമ്മുടെ ഓർഗനൈസേഷൻസിൽ എംപ്ലോയീസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് തമ്മിൽ ജോലി ഞാൻ ചെയ്യുന്നു, മറ്റൊരു ജോലി ആവും ചെയ്യുന്നു. There is no need of competition in an organization. ഓർഗനൈസേഷനിൽ കോമ്പറ്റീഷൻസിന്റെ ആവശ്യമില്ല. എങ്കിലും ചില ആളുകളുണ്ട്, ചിലർക്ക് അവരവരുടെ ഈഗോ നിലനിർത്താൻ വേണ്ടിയിട്ട്, അവരുടെ സെൽഫ് ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ചില നമുക്ക് കിട്ടുന്ന ചില അവസരങ്ങൾ മറ്റുള്ളവരിൽ നിന്നും അവർക്കില്ലാത്ത എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എനിക്ക് അത് നേടിയെടുക്കാൻ പറ്റി എന്ന് വിചാരിക്കാം. അത് അവരുടെ ഒരു നിലനിൽപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്നിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ എന്തായാലും എംപ്ലോയീസ് ചെയ്യും. അപ്പൊ അത് എന്താ പറയാ, അനുവദിച്ചു കൊടുക്കുക. അത് അനുവദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പൊ അവിടെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെയധികം വലിയ മത്സരമല്ല. ഒരു ഓർഗനൈസേഷൻ മത്സരിക്കുന്നത് മറ്റു ഓർഗനൈസേഷൻസുമായിട്ടാണ് തീർച്ചയായിട്ടും അല്ലെ. ഇപ്പൊ ഞാൻ നടത്തുന്ന ബിസിനസ് ഏറ്റവും നന്നായി വളരണം, മറ്റുള്ളവരുടെ ഇടയിൽ ഫെയിമുള്ള ഒരു നല്ല ബുദ്ധിയുള്ള ഒരു ഫലമായി മാറുന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാ ഓർഗനൈസേഷൻസും അങ്ങനെ ആഗ്രഹിക്കും. പക്ഷെ ഒരു ഓർഗനൈസേഷൻ അകത്ത് ജോലി ചെയ്യുന്ന എംപ്ലോയീസ് തമ്മിൽ there is no need of any competition. പക്ഷെ if you are getting a chance to win, നമുക്ക് എന്തെങ്കിലും എന്താ പറയാ ഒരു നേട്ടം ഉണ്ടാക്കാം, ഒരു എന്താ പറയാ വിൻ ചെയ്യാനുള്ള ഒരു സമയം, ഒരു സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമല്ല നമ്മുടെ ഈഗോയെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനൊരു അവസരം കിട്ടിയാൽ നോ പ്രോബ്ലം, അതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത് തന്നെ ചെയ്യാം. അപ്പൊ കോമ്പറ്റീഷൻസും അതൊരു എന്താ പറയാ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ്. അവരൊന്ന് ചിലപ്പോൾ ഒന്ന് കോമ്പീറ്റ് ചെയ്യിപ്പിക്കുക മറ്റ് എംപ്ലോയീസുമായിട്ട്, അതൊക്കെ പ്രചോദിപ്പിക്കുന്നത് കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല. അതും ഒരുതരം മോട്ടിവേഷൻ ആണ്. Okay, competition among the employees. Okay, next one, delegation of authority. ഇനി എന്താ, ഒരു അധികാരം കൊടുക്കുക, അത് മോട്ടിവേഷൻ ആണ്. ഇപ്പൊ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും എംപ്ലോയിയോ അല്ലെങ്കിൽ എംപ്ലോയീസോ എന്തെങ്കിലും കുറച്ചുകൂടി നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ അവർക്കൊരു അധികാരം കണ്ടോ, അവർ ചെയ്യുന്നത് പോലെ ചെയ്യണം. അപ്പൊ നിങ്ങൾ അവരെ കൊണ്ടുവന്നത് നോക്കി അവർക്കും നിങ്ങളുടെ ഒപ്പം എത്താൻ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് അവരെ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ അത് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്, അവരെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു അധികാരം കൊടുക്കുക. അപ്പൊ നമ്മൾ ചില ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഗ്രൂപ്പിന് നമ്മൾ ഏതെങ്കിലും ഒരു ലീഡറിനെ കണ്ടെത്തും അല്ലെ. എന്തിനു വേണ്ടി? ചിലപ്പോൾ ചില ആളുകൾ വളരെ ആക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് എല്ലാത്തിനും മുമ്പിൽ നിന്ന് കാര്യങ്ങൾ പരിഗണിക്കും അല്ലെ, കാര്യങ്ങളെ ചർച്ച ചെയ്യും, തീരുമാനിക്കും, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ തന്നെ നമ്മൾ എല്ലാവരും പിടിച്ച ആൾക്കാരിൽ എഴുതാം. അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടുവരുന്ന രീതി? അങ്ങനെയല്ലേ? ആണോ? നമ്മൾ പല ഗ്രൂപ്പുകളെയും പല ഇതുപോലെ ചെറിയ ചെറിയ ഗ്രൂപ്പിലൊക്കെ നമ്മൾ മെമ്പേഴ്സ് ആയിരിക്കും. ഈവൻ കുടുംബശ്രീയിലൊക്കെ തന്നെ അംഗങ്ങളാണ് അല്ലെ. ചില കാര്യങ്ങൾ നമ്മളൊന്ന് ധൈര്യത്തോടെ പറയോ പ്രവർത്തിക്കോ അതിന് ഏറ്റവും പെട്ടെന്ന് നമ്മൾ ആക്ഷൻ എടുക്കുകയോ ചെയ്യുമ്പോൾ എല്ലാവരും കൂടി പിടിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ തരും അല്ലെ. അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ടുണ്ടാകുക. ഇവിടെ അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ജോലികൾ മറ്റുള്ളവരൊപ്പം നിന്ന് ചെയ്യുമ്പോൾ ഇഫ് ദേ ആർ ഡൂയിങ് സംതിങ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓർ ഡിസ്റ്റിങ്ക്റ്റ്, അതായത് വ്യത്യസ്തമായ രീതിയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകും, അവർക്കൊരു അധികാരം നമ്മൾ കൊടുക്കുക. ഒരു എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള കാര്യമൊക്കെ. കാരണം അതൊരു മോട്ടിവേഷൻ ഫോഴ്സ് ആണ്. കാരണം ഇപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടിയപ്പോ എല്ലാവരും ലീഡറാക്കി, ഓക്കെ, അപ്പൊ ഞാൻ മോട്ടിവേറ്റഡ് ആയി. കാരണം അപ്പൊ എനിക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ പാഷനബിൾ ആയിട്ട് എന്ത് ചെയ്യാം, ആ ജോലി ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടി വരും ആ ധൈര്യം അല്ലെ. നമ്മളാരും നമ്മളെ പരിഗണിക്കുന്നില്ല, അതുപോലൊക്കെ നമ്മൾ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു വിരസത, മടി അല്ലെ, ആ ജോലി ചെയ്യാനുള്ള ഒരു വലിയൊരു സാധനം നമ്മുടെ വഴിയിൽ ഇങ്ങനെ നമ്മളെ എന്താ പറയാ തല്ലിക്കെടുത്ത് തരും. കാരണം നമ്മളെ ആരും പരിഗണിക്കുന്നില്ല, നമ്മളെ ആരും നോട്ടീസ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ഒരു സ്ഥിതിയിൽ വരുമ്പോൾ അതേസമയം നമ്മള് ഒരു നോട്ടീസബിൾ പേഴ്സൺ ആണ്. ഒരു ലീഡർഷിപ്പ് ഒക്കെ തന്നു കഴിയുമ്പോൾ ആ ഒരു അധികാരം നമ്മളിലേക്ക് കൈമാറുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയി ബിക്കംസ് മോട്ടിവേറ്റഡ്, എംപ്ലോയി മോട്ടിവേറ്റഡ് ആകുന്നുണ്ട്. അപ്പൊ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്തൊക്കെയാ പറയുന്നത്? അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ് പറഞ്ഞു, അതൊരു നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ്. പിന്നെ പറഞ്ഞത് എന്താ? സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. ഓരോ വ്യക്തികൾക്ക് അവരുടേതായ രീതിയിലുള്ള സ്റ്റാറ്റസും
അവർക്കൊരു അഭിമാനവും അവരുടെ അഭിമാനത്തിന് എന്താ പറയാ പുകഴ്ത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ മോട്ടിവേറ്റഡ് ആകുന്നു. പിന്നെ കോമ്പറ്റീഷൻ വേണമെങ്കിൽ അത് എപ്പോഴും അനുവദനീയമല്ല എങ്കിലും പക്ഷേ ചാൻസസ് ടു വിൻ ചെയ്യാനുള്ള സാഹചര്യമൊക്കെ കിട്ടുമ്പോൾ അവരുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ ലഭ്യമുണ്ട്. അവർ ചെയ്തോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ഒരു മോട്ടിവേഷൻ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ഇത്രയുമാണ് നമ്മള് പറഞ്ഞത്. ക്ലിയർ ആണോ ഇവിടെ വരെ? അല്ലേ? നെക്സ്റ്റ് വൺ പാർട്ടിസിപ്പേഷൻ ആണ്. ക്ലിയർ അല്ലായെങ്കിൽ പെട്ടെന്ന് പറയണം, കാരണം നമുക്ക് തീർക്കേണ്ടതുണ്ട്. ചാപ്റ്റർ നമ്മുടെ ബാക്കി കിടക്കുന്നുണ്ട്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, പാർട്ടിസിപ്പേഷൻ ആണ്. അതെന്താ? എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിരിക്കാം? പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ചില ഓർഗനൈസേഷൻ ഉണ്ട്, എംപ്ലോയീസിനെ, എല്ലാവരെയും അല്ല, ചില എന്താ പറയാ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ചില എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ്, the management participates in their important decision making. പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളും നടപടികളൊക്കെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ എംപ്ലോയീസിൽ നിന്ന് ചില ആളുകളെ, അതെന്തുകൊണ്ട് ചില ആളുകളെ എന്ന് പറയുന്നത്, ചില ഇതാണ് ഏത് എംപ്ലോയീസിനെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ അവരിൽ എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നവരെ ആയിരിക്കും തെരഞ്ഞെടുക്കുക, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുക്കുന്നു. ആ ഒരു എന്താ പറയാ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവരെ കൂടി പങ്കുചേർപ്പിക്കുന്നു. കാരണം അവരുടെ പുതിയ ഐഡിയാസ് ഉണ്ടായിരിക്കും. അപ്പൊ എംപ്ലോയീസിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് തീരുമാനങ്ങൾ ഉണ്ടെന്ന് ഉപയോഗിക്കാമല്ലോ. സോ ദേ പാർട്ടിസിപ്പേറ്റ് സച്ച് എംപ്ലോയീസ്, അത്തരം എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഡിസിഷൻ മേക്കിങ്ങിലും കൂടി ചേർക്കുന്നു. അപ്പൊ എന്താ, മറ്റു ടീച്ചേഴ്സിനെ വിളിക്കുന്നില്ല, അപ്പൊ എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യങ്ങളെ വെച്ചിട്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ വിളിപ്പിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും മോട്ടിവേറ്റഡ് ആകും. കാരണം മറ്റുള്ളവർക്ക് കൊടുത്തില്ല, അത് നമ്മളെ വിളിക്കുന്നു. അപ്പൊ നമ്മളിൽ എന്തെങ്കിലും അങ്ങനെ കണ്ടിട്ടാണ്, തീർച്ചയായിട്ടും അതൊരു മോട്ടിവേഷനാണ്. മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. അടുത്തയില്ല നമുക്കും ആ ഒരു സ്റ്റേജിലേക്ക് എത്തണം. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയല്ലോ? ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞിട്ട് അടുത്തത് യെസ് പറയട്ടെ. അടുത്തത് ജോബ് എൻലാർജ്മെന്റ് ആണ്. ആർക്കെങ്കിലും മനസ്സിലാവാത്ത പറയുന്നട്ടാ, ജോബ് എൻലാർജ്മെന്റ് ആണ്. ഇവിടെ എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ കോംപ്ലിക്കേഷൻ ഓഫ് വർക്ക്. അതായത് ഒരു കൊടുത്തിരിക്കുന്ന ജോലിയുടെ കോംപ്ലിക്കേഷൻ ഒന്നുകൂടി വർദ്ധിപ്പിക്കാം. നേരത്തെ കൊടുത്ത കുഴപ്പമില്ലാത്ത ടാസ്ക് അതിനേക്കാൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ ഇങ്ങനെ കൊടുക്കുക, അത് എംപ്ലോയീസിന്. അത് ചിലർക്ക് കൊടുക്കുന്നില്ല, അത് കൊടുത്തോ ഇല്ല. കാരണം എന്താ, ഈ ഇത് കുറച്ച് സ്മൂത്ത് ആയിട്ട് വേഗം ചെയ്തു ആ ജോലി വളരെ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു എന്താ പറയാ ഫോട്ടോവും അല്ലെങ്കിൽ ഒരു പോരായ്മയില്ലാതെ കൃത്യമായി ചെയ്തു. ദാറ്റ് മീൻസ് അവരത് പെർഫെക്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്തു, ഇത് പോരാ, ഇതിന് കുറച്ചുകൂടി കഴിവുണ്ടല്ലോ. അപ്പൊ അവരൊന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില ജോലികൾ കൊടുക്കുന്നു. അതും സെലക്ടഡ് എംപ്ലോയീസ് മാത്രമേ കൊടുക്കുള്ളൂ. അതൊരു മോട്ടിവേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇൻക്രീസ്ഡ് കോംപ്ലിക്കേഷൻ ഓഫ് ജോബ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ നീഡ്സ് ഓഫ് ദ വർക്കേഴ്സ്. വർക്കേഴ്സിന്റെയും ആവശ്യം എന്ത് ചെയ്യുക, അതനുസരിച്ച് വർദ്ധിക്കും. കാരണം ഇത് ഇത്ര സിമ്പിളായിരുന്നു, ഇതാണ് എനിക്ക് തന്നെപ്പോ എന്ത് എന്നുള്ള രീതിയിൽ. പക്ഷെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ്. അപ്പൊ അതിലെങ്കിൽ വിശ്വസിച്ച് എവിടെ ഏൽപ്പിച്ചല്ലോ ആ ഒരു ജോലി, ആ ഒരു ടാസ്ക്. സോ അപ്പൊ എന്ത് ചെയ്യും, നമുക്കൊരു മോട്ടിവേഷൻ ആണ്. ഓക്കെ, ഇത് ഞാൻ ചെയ്യണം എന്നുള്ള രീതിയിൽ. അതാണ് ജോബ് എൻലാർജ്മെന്റ്. കോംപ്ലിക്കേഷൻ ഓഫ് ജോബ് വർദ്ധിപ്പിക്കുക. കേട്ടോ, സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ജോബ് എൻലാർജ്മെന്റ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ കോംപ്ലിക്കേഷൻ ഓഫ് ജോബ് with a view to appealing the higher order needs of workers. ജോലിക്കാരുടെ ഹൈ ഓർഡർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ജോലിയുടെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം വർദ്ധിപ്പിക്കുക, കോംപ്ലിക്കേഷൻ വർദ്ധിപ്പിക്കുക. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ജോബ് എൻലാർജ്മെന്റ് എന്ന് വിളിക്കുക. ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നോട്ടാ. ഓക്കെ, ഇനി ഈ ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കുറെ ഈ എന്താ പറയാ പ്രൊമോഷൻ പോലെ അല്ല ഉദ്ദേശിച്ചത്. ഒരു ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ, നിലവിൽ ഇവിടെ ഇരുന്ന് ജോലി ചെയ്തു, അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ഇച്ചിരി കൂടി ടാസ്ക് കൂട്ടി കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ജോലി അവിടെ എക്സ്ട്രാ കൊടുത്തു, അത്ര തന്നെ. അപ്പൊ കാരണം ആൾക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് മാനേജ്മെന്റ് അങ്ങനെ ഏൽപ്പിക്കുന്നത്. അതാണ് എൻലാർജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് ജോബ് ആണ് ഇവിടെ നടക്കുന്നത്, ജോബ് എൻലാർജ്മെന്റിൽ നടക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ആ സെന്റൻസിന്റെ അത്രയും ഭാഗം അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ജോബ് എൻലാർജ്മെന്റ് ഈസ് എ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു, അത്രയും മതി. ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടീസ്, ജോബ് എൻലാർജ്മെന്റ്.
അടുത്തത് 2, 3, 4 അതായത് ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ്, അതുപോലെ റീഇൻഫോഴ്സ്മെന്റ്. ഇത് 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് സെന്റൻസും ഇമ്പോർട്ടന്റ്. കാരണം അത് എന്താണെന്ന് നിങ്ങൾക്ക് ഇനി ഹയർ സ്റ്റഡീസിലൊക്കെ പോകുമ്പോൾ അവിടേക്ക് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. ഓർഗനൈസേഷനെ കുറിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അപ്പൊ അത് നടത്തിയിരിക്കണം. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ജോലിയിൽ നിന്ന് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ്, കുറച്ചുകൂടി കോംപ്ലക്സിറ്റി കൂടിയ ജോലി കൊടുക്കുക. എന്ന് വെച്ചാൽ ജോലിക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതല്ല, ഒരു എൻലാർജ്മെന്റ് ഓഫ് ദെയർ ഡ്യൂട്ടീസ്, ഹൊറിസോണ്ടൽ എൻലാർജ്മെന്റ് ആണ്. ഇത് നിലവിലുണ്ടായിരുന്നതിന് നിങ്ങളുടെ മുടിച്ച് നീക്കി കൊടുത്തു, അത്രയേ ഉള്ളൂ. ജോബ് റൊട്ടേഷൻ ആണ് അടുത്തത്. ഇറ്റ് ഈസ് ദ ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ ടു റെഡ്യൂസ് മൊണോട്ടണി ആൻഡ് ബോർഡം. എന്ന് വെച്ചാൽ എന്താ, ചില ഇങ്ങനെ ആവർത്തന പരിസരത്ത് തോന്നും ചില ജോലിക്കാർക്ക് ജോലി എപ്പോഴും ഇത് തന്നെ ചെയ്യുന്നു, അല്ല ഒരു മാറ്റൂല, എന്നും വന്നപ്പോ തുടങ്ങി ഇത് തന്നെയാ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ ഒരു ബോറടി, നമുക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാ ദിവസവും എങ്ങനെ ചെയ്യണേ എന്നൊക്കെ ഒരു ചിന്തയില്ലേ. അപ്പൊ നമ്മൾ ഇടയ്ക്ക് പറയുന്നു പുറത്ത് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും അല്ലെ. അപ്പൊ ഈ പറയുന്ന ബിസിനസ് ഓർഗനൈസേഷനിലും ഇതുപോലെയുള്ള മൊണോട്ടണിയൊക്കെ എംപ്ലോയീസ് ഫീൽ ചെയ്യുന്നുണ്ട്. ടു റെഡ്യൂസ് ദാറ്റ്, അത്ര മൊണോട്ടണി ബോർഡർ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രൊസീജിയർ ആണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ജോലിയിൽ നിന്ന് വേറെ ഉണ്ട്. അപ്പൊ ഉദാഹരണം എല്ലാ ദിവസവും ഞാൻ ഇവിടെ വന്നിരുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ കുറച്ച് ദിവസം ഇനി അടുത്ത 2-3 വർഷം ദിവസം പഠിപ്പിക്കില്ല, പകരം ഇന്ന ജോലി ചെയ്യും. കണ്ടോ, ആ ഒരു ബോറടി മാറ്റാൻ എനിക്ക് ബോറടിയില്ല. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറഞ്ഞതാണ്, എനിക്കൊരു ബോറടിയില്ല. ഓക്കെ, അപ്പൊ വേറൊരു ജോലി ചെയ്യിക്കുക. അപ്പൊ ചില സ്ഥിരമായിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു, പകരം ഇതൊന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക്, വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇടും. മനസ്സിലായോ? എന്ന് വെച്ചാൽ സാലറിയിലോ അതിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, സാലറി ഒരു ഇൻക്രീസ് അങ്ങനെയൊന്നും അല്ല. ആ ഒരു ബോറടി അങ്ങനെയുള്ള ചില കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നൽകുന്ന ഒരു പ്രോസസ്സാണ് ഏത് ജോബ് റൊട്ടേഷൻ. പിന്നെ കുറച്ച് തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ബോറടിയൊക്കെ മാറ്റുമ്പോൾ. ഇപ്പൊ ഇതുകൊണ്ട് എന്താ പ്രത്യേകത എന്ന് അറിയാം, ഇത് ഇൻക്രീസസ് ദ സ്കിൽ ആൻഡ് നോളജ് ഓഫ് ദ എംപ്ലോയീസ്. അങ്ങനെ വരുമ്പോൾ എന്ത് വെച്ചാൽ എംപ്ലോയീസിന്റെ കഴിവും അവരുടെ സ്കില്ലും ഒക്കെ, അതായത് അറിവും ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും. മനസ്സിലായ? കാരണം എന്താ, ഒരേ സമയത്ത് കുറെ മറ്റേ ജോലിയും അറിയാം, ഇപ്പൊ ഇങ്ങനെ മാറ്റി തന്നപ്പോ അതും അറിയാം. കാരണം അങ്ങനെ ജോബ് റൊട്ടേഷൻ അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടിയുണ്ട്. ഒരു ഇതിനകത്ത് മാത്രമല്ല, വേറൊരു ഫീൽഡിലൂടെ ആൾക്ക് സ്കില്ലും നോളജും വർദ്ധിപ്പിക്കാനും പറ്റുമെന്നുള്ള നേട്ടം കൂടി ജോബ് റൊട്ടേഷൻ ഉണ്ട്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ജോബ് റൊട്ടേഷൻ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഷിഫ്റ്റിംഗ് ഓഫ് an employee from one job to another so as to reduce monotony and boredom. അണ്ടർലൈൻ ചെയ്തോ? ജോബ് എൻലാർജ്മെന്റ് പറഞ്ഞു, ജോബ് റൊട്ടേഷൻ പറഞ്ഞു. ജോബ് എൻലാർജ്മെന്റ് അങ്ങനെയല്ല, ഇൻക്രീസ് കോംപ്ലിക്കേഷൻ ഓഫ് വർക്ക് ടാസ്ക്, കൊടുക്കുന്ന ജോലിയുടെ കോംപ്ലിക്കേഷൻ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ വേറെ എന്താ പറയാ, പ്രൊമോഷൻ മറ്റു കാര്യങ്ങളൊന്നും അല്ല, അങ്ങനെ ചെയ്യുന്നതാണ്. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടി കുറച്ച് കൂട്ടി കൊടുക്കുക, അത്രേ ഉള്ളൂ. ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് മൊണോട്ടണി, ബോർഡം എന്നിവ കുറയ്ക്കാൻ വേണ്ടി ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് എംപ്ലോയിയെ മാറ്റുന്നു. ക്ലിയർ ആണോ? മൊണോട്ടണി മീൻസ് ബോറടി തന്നെയാണ്, മടുപ്പ് അതാണ് മൊണോട്ടണി. മടുപ്പില്ല, നമ്മളെ കുറെ കാര്യം ഒരേ സമയത്ത് കുറെ എന്താ പറയാ വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാണ്. അടുത്തത് ജോബ് എൻറിച്ച്മെന്റ് ആണ്. ജോബ് എൻറിച്ച്മെന്റ് ആണത്. ഇത് ഇറ്റ്സ് ഓൾസോ ചേഞ്ചിങ് ഓർ ഇംപ്രൂവിങ് എ ജോബ്. ഒരു ആൾക്ക് ഒരു എന്താ പറയാ കൊടുത്തിരിക്കുന്ന ജോലി ഒന്നുകൂടെ മാറ്റുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതനുസരിച്ച് ആ എംപ്ലോയിനെ നമുക്ക് ഒന്നുകൂടി ഇൻസ്പയർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന ജോലിയിൽ നിന്ന് ഒരു വെർട്ടിക്കൽ എക്സ്പാൻഷൻ, ഏകദേശം ചെറുതായിട്ട് ഒരു പ്രൊമോഷൻ പോലെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുണ്ടായിരുന്ന ജോലിയിൽ നിന്നും കുറച്ച് ആളെ ഒന്ന് ഇൻസ്പയർഡ് ആക്കാൻ വേണ്ടി ഒന്ന് മുകളിലത്തെ നിലയിലേക്ക് കുറച്ചുകൾ കയറ്റുക. ഒരു വെർട്ടിക്കൽ എക്സ്പാൻഷൻ, ഹൊറിസോണ്ടൽ അല്ല. ഹൊറിസോണ്ടലിലോട്ട് നേരെ ഇങ്ങനെ ഒരു മാറ്റിയ മറ്റേത് വെർട്ടിക്കലാണ്, മുകളിലേക്ക് കുറച്ച് കൂടുതൽ എന്തെങ്കിലും ഇൻസ്പയർഡ് ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വേറെ ഒരു ജോലിയുടെ എന്താ പറയാ സാഹചര്യം അല്ലെങ്കിൽ എന്താ പറയാ ചെയ്യുന്ന ജോലി ഒന്നുകൂടി ഇംപ്രൂവ് ആക്കി കൊടുക്കുക. ഇവിടെ ആൾക്ക് എന്താ പ്രത്യേകത, ഈ ജോബ് എൻറിച്ച്മെന്റിൽ പ്രത്യേകത എന്താ പറയുക, ഇവിടെ റോൾസും റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ അതോറിറ്റികളും മാറും. ആളുടെ നേരത്തെ ചെയ്തിരുന്ന റോള് മാറി, അതുപോലെ തന്നെ ആളുടെ ഉത്തരവാദിത്തങ്ങൾ മാറി, ആളുടെ അധികാരവും കുറച്ചുകൂടെ മാറും, ഇംപ്രൂവ്ഡ് ആകും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ചേഞ്ചിങ് ഓഫ് ജോബാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോ എംപ്ലോയി ഗെറ്റ് സം ഗ്രേറ്റർ റെക്കഗ്നീഷൻ, നേരത്തെ ഉണ്ടാകുന്നതിൽ നിന്നും കുറച്ചുകൂടി ഒരു ഉയർന്ന ഒരു പടി മുന്നിൽ ആയിട്ടുള്ള ഒരു റെക്കഗ്നീഷൻ, അംഗീകാരം എംപ്ലോയീസിന് കിട്ടും. എന്ന് വെച്ചാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ജോബ് എൻറിച്ച്മെന്റ് കൊണ്ട് ഇവൻ ഒരു എംപ്ലോയിനെ നമുക്കൊരു മാനേജറിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്.
മനസ്സിലായോ? അങ്ങനെ ഇൻസ്പയർഡ് ആകാൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയിനെ, വെറും ഒരു എംപ്ലോയിനെ they can be changed into or converted into a manager. മാനേജർ ആക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത ജോബ് എൻറിച്ച്മെന്റിന്റെ. ക്ലിയർ ആയോ? എല്ലാം വ്യത്യാസമുണ്ട്, എല്ലാം ഒരുപോലെയല്ല. ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ് underline ചെയ്യണം. It is a form of changing or improving a job, so the worker is likely to be more inspired. അതിന്റെ കൂടെ അടുത്ത സെന്റൻസ് കൊണ്ട് it is a vertical expansion of the roles, responsibilities and authority. ഈ ഒരു സെന്റൻസ് കൂടെ the goal of the job enrichment, അത് എടുത്ത് പറയുന്നത് കൊണ്ട് അത് വേണം കേട്ടോ. ജോബ് എൻറിച്ച്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ ജോലി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പകരം ഒരു എംപ്ലോയിയുടെ ഒരു മാനേജർ ആക്കി മാറ്റുക എന്നുള്ളത് കൂടി ഉണ്ടെന്ന്. അതാണ് എന്റെ ലക്ഷ്യം. ലാസ്റ്റ് സെന്റൻസ്, ജോബ് എൻറിച്ച്മെന്റിന്റെ ലാസ്റ്റ് സെന്റൻസ്. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? പറഞ്ഞോട്ടെ അടുത്തത്. യെസ്, അടുത്തതാണ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഇതും ഒരു പവർഫുൾ ടൂൾസ് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷന്റെ ഒരു മറ്റൊരു പവർഫുൾ ടൂൾ എന്ന് പറയാം. നമുക്ക് ഒരു ശക്തമായ ഒരു ഉപകരണം, ഉപാധി എന്ന് പറയാം റീഇൻഫോഴ്സ്മെന്റ്. മോട്ടിവേഷൻ കൊടുക്കുന്നതിനുള്ള മറ്റൊരു ഉപകരണമാണ് റീഇൻഫോഴ്സ്മെന്റ്. ഇതെങ്ങനെയാണ് ഈ റീഇൻഫോഴ്സ്മെന്റ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 2 പ്രിൻസിപ്പിൾസ്. പ്രധാനമായിട്ട് 2 തത്വങ്ങളിൽ ബേസ്ഡ് ആണ് നമ്മളുടെ റീഇൻഫോഴ്സ്മെന്റ്. ഒന്ന്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തത്വം, ഒരു പോസിറ്റീവ് കോൺസിക്വൻസ്, ഒരു പോസിറ്റീവ് റിസൾട്ട്. രണ്ടാമത്തേത് നെഗറ്റീവ് റിസൾട്ട് ആണ്, നെഗറ്റീവ് കോൺസിക്വൻസ് ആണ് കേട്ടോ. 2 ഗുണമുണ്ട്, 3 നമ്പർ ഉണ്ട്, 3 എയും ബിയും ഉണ്ട് കേട്ടോ. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തേത് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ് ചെയ്യുന്നത് എന്താ? അതായത് ഇൻഫോഴ്സ് ചെയ്യുക എംപ്ലോയീസിന്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോട്ടിവേഷൻ തന്നു, എന്നെ ഫോഴ്സ് ചെയ്തു, ആ മോട്ടിവേഷനിലേക്ക് എന്നെ മോട്ടിവേറ്റഡ് ആക്കി, എന്തെങ്കിലും കൂടുതൽ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കി എന്ന് വിചാരിക്കാം. ആൻഡ് ഇഫ് ദ റിസൾട്ട് ഈസ് പോസിറ്റീവ്, അങ്ങനെ മോട്ടിവേഷൻ തന്നപ്പോ എന്നിൽ നിന്നും കിട്ടിയ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ, എന്ന് വെച്ചാൽ എന്താ, നേരത്തെ ഞാൻ കൊടുത്ത പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ നിന്ന് കുറച്ചുകൂടി നല്ലൊരു ഔട്ട്പുട്ട് ഞാൻ കൊടുത്തു എങ്കിൽ എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ്. ആ റീഇൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്യാം? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൊടുക്കാം അങ്ങനെ എംപ്ലോയീസിന്. കാരണം അത് മോട്ടിവേറ്റഡ് ആകുമ്പോൾ കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ ആ മോട്ടിവേഷൻ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ്. ആ മോട്ടിവേഷൻസ് വീണ്ടും കൊടുക്കുന്നതിൽ തെറ്റില്ല. And the second one is, if the motivation gives any negative consequence, എന്ന് വെച്ചാൽ ആ കൊടുക്കുന്ന മോട്ടിവേഷൻ കൊണ്ട് റീഇൻഫോഴ്സ്മെന്റ് കൊണ്ട് യാതൊരു ഇതുമില്ല, പകരം നമ്മൾ എന്തെങ്കിലും മോട്ടിവേഷൻ കൊടുത്താൽ അതിന് ചിലവുകളൊക്കെ മീറ്റ് ചെയ്യുന്നത് മാത്രം, അതിന് യാതൊരു റിസൾട്ടും ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഔട്ട്പുട്ട് അത്തരം എംപ്ലോയീസിൽ നിന്നും കിട്ടുന്നില്ല. സോ ദാറ്റ് എന്ത് ചെയ്യണം? ആ ഐഡിയ അവിടെ ഡ്രോപ്പ് ചെയ്യാം. അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 2 പ്രിൻസിപ്പിൾസിലാണ് റീഇൻഫോഴ്സ്മെന്റ് ബേസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പോസിറ്റീവ് കോൺസിക്വൻസ്, അതാണെങ്കിൽ the idea or the motivation can be repeated, അല്ലെങ്കിൽ reinforcement can be repeated. As when negative consequence ആണെങ്കിൽ എന്ത് ചെയ്യണം? It tends to be not to be repeated. എന്ത് ചെയ്യാൻ പാടില്ല? അത്തരം മോട്ടിവേഷൻ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്യേണ്ട? നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട. അങ്ങനെ 2 ബേസിസിലാണ് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് പ്രിൻസിപ്പിൾ ഉള്ളത്. ക്ലിയർ ആയോ? റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് മനസ്സിലായോ? റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അതൊരു പവർഫുൾ മോട്ടിവേഷൻ ടൂൾ ആണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ടൂൾ ആണ് റീഇൻഫോഴ്സ്മെന്റ്. അതിന്റെ പ്രധാനപ്പെട്ട 2 പ്രിൻസിപ്പിൾസ് അണ്ടർലൈൻ ചെയ്യാം. ബിഹേവിയർ വിച്ച് സീംസ് ടു ലീഡ് ടു എ പോസിറ്റീവ് കോൺസിക്വൻസ് ഓർ റിവാർഡ്. പോസിറ്റീവ് കോൺസിക്വൻസ് അല്ലെങ്കിൽ റിവാർഡ് ടെൻഡ്സ് ടു ബി റിപ്പീറ്റഡ്. പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാം റീഇൻഫോഴ്സ്മെന്റ്. But in the behavior that seems to be to lead to the negative consequence tends not to be repeated. പിന്നെ അങ്ങനെയാണെങ്കിൽ അത്ര മോട്ടിവേഷൻസ് കൊടുക്കണ്ട. അങ്ങനെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ അത്ര എംപ്ലോയീസിന് മോട്ടിവേഷൻസ് കൊടുക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ല. കാരണം അവിടെ നമുക്ക് പറ്റിയ റിസൾട്ട് കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്ത് 2 എയും ബിയും മാത്രം കിട്ടാൻ മതി. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് സെന്റൻസും ആ എയും ബിയും പോയിന്റ് അണ്ടർലൈൻ ടിക്കുക. ഹലോ, പോയി എല്ലാവരും. ഓക്കെ, അടുത്തത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ആണ്.
നമുക്കറിയാം ക്വാളിറ്റി ഓഫ് വർക്കിലായിട്ട് എല്ലാ മനുഷ്യന്മാരും എല്ലാ എംപ്ലോയീസും ഒരുപോലെ അല്ല. ഡിഫറെന്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്, ഡിഫറെന്റ് പേഴ്സൺസ് ആണ്. എല്ലാവർക്കും അവരുടേതായ രീതിയും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. അപ്പൊ ഇപ്പൊ എന്താ പറയാ, ഇവിടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് നമ്മുടെ ഒരു ജോലി കൊടുക്കുമ്പോൾ, ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അത് അവരെങ്ങനെയാണ് ചെയ്യുന്നത്. ഈ യങ് എൻട്രൻസ് ഒക്കെ ഇല്ലേ, പുതിയതായിട്ടൊക്കെ ജോലിക്ക് വരുന്ന ആളുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലുമൊക്കെ പഠിച്ച് കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പുതിയതായിട്ട് ആദ്യമായിട്ടൊക്കെ ജോലിക്ക് വരുന്ന ആളുകൾക്ക് അവർക്ക് കുറെ ക്രിയേറ്റീവ് ടാസ്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് സക്സസ്ഫുൾ ആക്കി അവരുടെ ഒരു കരിയർ ഏത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോഴും അവരുടെ കരിയർ ഇൻക്രീസ് ചെയ്ത് സക്സസ്ഫുൾ ആയ കരിയറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. ആരെ? യങ് എൻട്രൻസിനെ. അപ്പൊ അവർക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുത്താൽ മതി. പുതിയ ആൾക്കാർ, പുതിയ ജോലിക്കാർ എന്ന് പറയുമ്പോ, പുതിയ ജോലിക്കാരെന്ന് പറയുമ്പോൾ ഒരു ജോലി കിട്ടിയിട്ട് ആദ്യം വരുന്നവരും മാത്രമല്ല, യങ് ആയിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിത്തം കഴിഞ്ഞ ഫ്രഷേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. സോ അവർക്ക് കുറെ ക്രിയേറ്റീവ് ടാസ്കുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെർഫോം ചെയ്ത് വെൽ, അവർക്കത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അവർക്ക് അതുകൊണ്ട് ഒരുപാട് അഡ്വാൻസ്മെന്റ് കുറെ നേട്ടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഒരുതരം മോട്ടിവേഷൻസ് ആണ്, യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ യങ് എൻട്രൻസിന് കൊടുക്കുന്ന മോട്ടിവേഷൻ ആണ്. ഓക്കെ, മറ്റ് ഒന്ന് ലാസ്റ്റത്തെ ഒരു മോട്ടിവേഷൻ ആണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ആണ് അടുത്തത്. എന്താ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് പറഞ്ഞാൽ, അതായത് ജോലി ചെയ്യുന്ന ആൾക്ക് ദേ ക്യാൻ ചൂസ് ദെയർ ഓൺ ടൈം ഇൻ വിച്ച് ദേ ക്യാൻ വർക്ക്. ജോലി ചെയ്യാൻ പറ്റുന്ന സമയം അവർക്ക് തെരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അവിടെ കിട്ടുന്ന മോട്ടിവേഷൻ. ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ അപ്പൊ നമ്മള് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു നമ്മളോട് പറയാണ് ഇന്ന ടൈമിങ്ങിലാണ് വരേണ്ടത്, ഇവിടുത്തെ അങ്ങനത്തെ റൂളാണ്. അപ്പൊ നമ്മൾ ആ എംപ്ലോയിയെ നമുക്ക് തന്നെ വേണം. ആൾക്ക് നല്ല കഴിവുള്ള ആളാണ്, നല്ല സ്കില്ലൊക്കെ, നല്ല നോളജ് ഒക്കെ, ഒത്തിരി ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ആളെ നമുക്ക് വിട്ടുകളയാൻ താല്പര്യമില്ല. അപ്പൊ ആള് പറയണം, പക്ഷെ ഇന്റർവ്യൂ ഒന്നും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടൈമും മറ്റു കാര്യങ്ങളും സ്കെഡ്യൂളൊക്കെ ചെയ്ത് പറഞ്ഞു കൊടുത്തപ്പോ അവർക്ക് ആ ഒരു ടൈമിന്റെ പ്രത്യേകത കൊണ്ട് ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റുന്നില്ല. മറ്റേതെങ്കിലും തരത്തില് വേറെ ഏതെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ചില റീസൺസ് ഉണ്ട്. മെഡിക്കൽ റീസൺസ് നമുക്കറിയാലോ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ആ സമയത്ത് വരാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യാം, ഓർഗനൈസേഷൻ ആയിട്ട് പറയും നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സമയം നിങ്ങൾ ചൂസ് ചെയ്യുന്നു. ആൻഡ് യു ക്യാൻ വർക്ക് ഇൻ ദാറ്റ്. ആ സമയത്ത് നിങ്ങൾ ജോലി ചെയ്യുന്നു എന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെ അവരുടെ സമയം അവർക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഒരു ഫെസിലിറ്റി, ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഓർഗനൈസേഷൻ. എന്തുകൊണ്ടാ? ആ ഒരു എംപ്ലോയി നമ്മൾ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തി തരുന്ന പലതരം മോട്ടിവേഷൻ കണ്ടോ. അപ്പൊ നമ്മളെന്തായി, അത്രയും സൗകര്യം നമുക്ക് ഒരുക്കി തന്നില്ലേ, സോ നമ്മൾ അവിടെ ജോലി ചെയ്യണം, വളരെ നല്ല രീതിയിൽ ജോലി ചെയ്യണം സമയം സമയത്ത്. ഓക്കെ, അങ്ങനെയുള്ള സൗകര്യങ്ങൾ. അപ്പൊ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഈ ഒരു സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഫ്രീ ടു ചൂസ് ദെയർ ഓൺ ടൈം. അവരുടെ സമയം അവർക്ക് ജോലി തെരഞ്ഞെടുക്കാനുള്ള സൗകര്യം കൊടുക്കുന്നു. അതെപ്പോ ജോലിക്ക് കയറുന്നു, എപ്പോ ജോലിക്ക് തിരിച്ചു പോകുന്നു, ജോലി കഴിഞ്ഞ് അത് ചൂസ് ചെയ്യാം. അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ വർക്കിംഗ് ടൈം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതും ഒരു നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ്. ക്ലിയറായോ? ക്ലിയർ അല്ലേ? അപ്പൊ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രൈസൽ, പ്രൈസ് ആൻഡ് പെർഫോമൻസ്, പ്രസ്റ്റീജ്, പിന്നെ സ്റ്റേറ്റസ് ആൻഡ് പ്രൈഡ്, കോമ്പറ്റീഷൻ, പിന്നെ എന്താ പറയാ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, പാർട്ടിസിപ്പേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ്, റീഇൻഫോഴ്സ്മെന്റ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ ഇത്രയും വരെ അല്ലേ? ക്ലിയർ? ഓക്കെ. സോ അടുത്ത ഹെഡിങ് നമുക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് ഭാഗത്താണ് എംപ്ലോയി മൊറൈലാണ്. മൊറൈൽ എന്ന് പറഞ്ഞാൽ എന്താ? മൊറൈൽ എന്ന് പറഞ്ഞാൽ അതൊരു ഫീലിംഗ് ആണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ഫീലിംഗ് ഓഫ് ഇൻതൂസിയാസം അല്ലെ, അതിയായ സന്തോഷം, വലിയ എന്താ പറയാ സന്തോഷവും അതുപോലെ തന്നെ എന്താ പറയാ കോൺഫിഡൻസ്, അങ്ങനെയൊക്കെ മനുഷ്യന്മാരുടെ ഉള്ളിലൊക്കെ വരില്ലേ. അത് ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ ഗ്രൂപ്പ് ആയിക്കോട്ടെ, അപ്പൊ അവർക്ക് ഒരിക്കലും ജോലി വളരെ കൃത്യമായിട്ട് സന്തോഷത്തോടെ എല്ലാവരും ഐക്യത്തോടെ വളരെ എന്താ പറയാ വളരെ അതിശക്തമായ സന്തോഷത്തോടെ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെയാണ്, എന്താ പറയാ ഭയങ്കര വലിയ സന്തോഷത്തോടെയൊക്കെ കോൺഫിഡൻസ് ഒന്നും ചെയ്യില്ലേ. അതിനെയാണ് നമ്മുടെ മൊറൈൽ എന്ന് വിളിക്കുക. ആ ഒരു രീതിയിൽ ചില ആൾക്കാരുടെ ഓഫീസ് എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോയാൽ മതി, അങ്ങനെയല്ല. വളരെ ഉള്ളിൽ എന്ന് പറയുന്ന ഒരു സാധനമാണ്, ഒരു ഫീലിംഗ് ആണ് ഈ മൊറൈൽ എന്ന് പറയുന്നത്. അപ്പൊ മൊറൈൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെന്റൽ കണ്ടീഷൻ ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് ആൻ എംപ്ലോയി. ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം ജോലി ചെയ്യുന്നതിനുള്ള
അല്ലെ? ഞാൻ എന്റെ ജോലി എത്ര പെർഫെക്റ്റ് ആയിട്ടും സന്തോഷത്തോടെ അല്ലെ എനിക്ക് തന്നിരിക്കുന്ന ജോലി വളരെ കൃത്യമായിട്ടും പെർഫെക്റ്റ് ആയിട്ടും സന്തോഷത്തോടെ ചെയ്തു തീർക്കുക. ആരും മുന്തി തല്ലിയൊന്നുമല്ല. കൂടുതൽ താല്പര്യത്തോടെ ഒക്കെ ചെയ്യുക. ഓക്കെ, അത് എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായാലും എന്റെ ഗ്രൂപ്പിനോടൊപ്പം ആയാലും അങ്ങനെ ചെയ്യുക. അങ്ങനെ ആരോട് വേണമെങ്കിലും സഹകരിച്ച് ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെയാണ് ആ ഒരു മെന്റൽ കണ്ടീഷനെയാണ് നമ്മൾ മൊറൈൽ വിളിക്കുക. അപ്പൊ ഗുഡ് മൊറൈൽ ഉള്ള എംപ്ലോയീസ് എപ്പോഴും എങ്ങനെയായിരിക്കും അറിയാം? മോർ enthusiastic, വളരെ സന്തോഷമുള്ളവരായിരിക്കും. അവർക്ക് വളരെ എന്താ പറയുക, വളണ്ടറി പെർഫോമൻസ്. കൺഫോർമൻസ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് തന്നെയാണ്. വളണ്ടറി കൺഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ആരും പറയാണ്ട് നമ്മൾ തന്നെ പെർഫോം ചെയ്യും. അല്ലെങ്കിൽ ഇച്ചിരി കൂടി നിങ്ങളുടെ പെർഫോമൻസ് കൂട്ടാൻ ഇത്ര പോരായ്മയുണ്ട്, അതൊന്നും ആരെയും കൊണ്ടൊന്നും അറിയിപ്പിക്കാതെ ചെയ്യുക. ഓക്കെ, അതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യാം. എന്നിട്ട് എല്ലാവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് എന്താ പറയാ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അതാണ് ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് ഗുഡ് മൊറൈൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞാനിങ്ങനെ വന്നിരുന്ന് പോകാൻ വെറുതെ കുറെ എന്തൊക്കെയോ പറഞ്ഞ് അല്ലെ അങ്ങനെ എഴുന്നേറ്റ് പോകുന്നത് ഒരു ഗുഡ് മൊറൈൽ അല്ല. അത്തരം എംപ്ലോയീസിന് ഒരു നല്ല മൊറൈൽ ഇല്ല എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. യെസ്, അപ്പൊ എന്താ പറയാ, ഒരു ഗുഡ് മൊറൈലുള്ള എംപ്ലോയി വളരെ സന്തോഷത്തോടും താല്പര്യത്തോടും എന്താ പറയാ ഭയങ്കര എപ്പോഴും പ്രസന്റ് എന്താ പറയാ ഒരു ഫേസുമായിട്ട് ഇരുന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, ജോലി ചെയ്യുക. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മൾ എന്തായാലും ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ടെൻഷൻ ഉണ്ട്, നമ്മളുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും അതെല്ലാം വളരെ ഈസിനെസ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന എംപ്ലോയീസ് നമുക്ക് ഗുഡ് മൊറൈലുള്ള എംപ്ലോയീസ് എന്ന് നമുക്ക് വിളിക്കാം. ആ മൊറൈലിന്റെ മീനിങ് അണ്ടർലൈൻ ചെയ്യണേ. മൊറൈൽ മീൻസ് എ ഫീലിംഗ് ഓഫ് enthusiasm, zeal, confidence in individuals or groups that enables them to handle their tasks easily allotted to them. അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് ചെയ്യാനായിട്ട് വളരെ സന്തോഷത്തോടെ താല്പര്യത്തോടെ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു ഫീലിങ്ങിനെയാണ് മൊറൈൽ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഗുഡ് മൊറൈൽ എന്താണെന്ന് അണ്ടർലൈൻ ചെയ്യാം. ഗുഡ് മൊറൈൽ ഈസ് എവിഡൻസ്ഡ് ബൈ എംപ്ലോയി enthusiasm, voluntary conformance with regulations and orders, and readiness to cooperate with others to accomplish an organizational objective. ഓർഗനൈസേഷനെ ലക്ഷ്യമെടുക്കാൻ വേണ്ടി ആരുമായിട്ടും സഹകരിച്ച് എന്താ പറയാ അവിടുത്തെ നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പാലിച്ച് സ്വന്തമായിട്ട് അവനവരുടെ ജോലികൾ പെർഫോം ചെയ്ത് വളരെ സന്തോഷമായിട്ട് ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അത് ഗുഡ് മൊറൈലിന്റെ തെളിവാണ്. ഗുഡ് മൊറൈൽ അങ്ങനെയുള്ള സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, മനസ്സിലാക്കി? ഓക്കെ, യെസ്. ആരും യെസ് ഒന്നും പറയല്ലേ ഈ വശത്തെ, അതുകൊണ്ടാണ് നോക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ്, അവസാനത്തേക്കായി എംപ്ലോയി ഗ്രീവൻസുകളാണ്. എംപ്ലോയി ഗ്രീവൻസ് നമ്മൾ ഇത്രയും വേണം എംപ്ലോയീസ് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് എന്താ പറയാ അവരുടെ ജോലികൾ കൃത്യമായി നിർവഹിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലെ എപ്പോഴും പ്ലസന്റ് ഫേസുമായിട്ടൊക്കെ ഇരുന്ന് ജോലി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് പോസിബിൾ ഇൻ ഓൾ ഓർഗനൈസേഷൻ. ഇതെല്ലാവർക്കും സാധ്യമാണോ? എല്ലാ ഓർഗനൈസേഷൻസിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാവർക്കും സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90% of the organizations ഇവിടെ അത് സാധ്യമല്ല. Because the employees may have some problems or issues connected with the management or other co-workers. അല്ലെ, ഒരു ഓർഗനൈസേഷനിൽ അവരുടെ മാനേജ്മെന്റുമായിട്ടോ അല്ലെങ്കിൽ തന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ടോ ചിലപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഇതുപോലെ നല്ലൊരു ഗുഡ് മൊറൈലൊക്കെ വെച്ച് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനോ പറ്റില്ല. അവരുടെ ഫെസിലിറ്റീസും അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസും മറ്റു പല കാര്യങ്ങളും അതിന്റെ തടസ്സമായി നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ചില എംപ്ലോയീസിന്റെ ഇടയിൽ they may have some complaints, problems, issues. അപ്പൊ അവർക്ക് എന്തുണ്ടാകും? പല പ്രശ്നങ്ങളും അവർക്ക് പല ബുദ്ധിമുട്ടുകളും അതനുസരിച്ച് അതിൽ നിന്ന് ഉടലെടുക്കുന്ന ചില പരാതികളും ഉണ്ടാകും. അങ്ങനെയുള്ള പരാതികൾ ഒരു ജോലിക്കാരനെയോ അല്ലെങ്കിൽ ഒന്നിലധികം ജോലിക്കാരെയോ എഫക്ട് ചെയ്യുന്ന ഇത്തരം പരാതികളെയാണ് നമ്മൾ ഗ്രീവൻസ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കാം? ഗ്രീവൻസസ് എന്ന് വിളിക്കും. A complaint that affects one or more workers constitute a grievance. ഒന്നോ അതിലധികമോ എംപ്ലോയീസിന് ഓർഗനൈസേഷനിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പരാതികൾ ഒക്കെയാണ് അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രീവൻസ്.
ഇനി ഒരു ഗ്രീവൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഗ്രീവൻസിലൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബ്രോട്ട് ഇൻ ടു ദ ഓഫീസ് ഓഫ് ദ മാനേജ്മെന്റ്. അത്രയും ഗ്രീവൻസ് ഉണ്ടായാൽ എന്ത് ചെയ്യണം? ഏച്ചു കെട്ടിയാൽ മുളച്ചു നിൽക്കും അല്ലെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പഴഞ്ചൊല്ല്. വെറുതെ നമ്മൾ അവിടെ ഇങ്ങനെ അത് കണ്ടില്ലാന്ന് അടിച്ച് അവിടെ നമ്മൾ എംപ്ലോയീസിന്റെ ഇടയിൽ തന്നെ ഇട്ട് അതിനെ എന്തെങ്കിലുമൊക്കെ രീതിയിലാക്കി മാറ്റി നമ്മൾ അത് തട്ടി മുട്ടിയൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ ദിവസവും പിന്തള്ളിക്കൊണ്ടിരുന്നാൽ അത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് അല്ല. അത് ഓർഗനൈസേഷന്റെ പല കാര്യങ്ങളെയും ബാധിക്കും അല്ലെ. അവരുടെ തൊഴിലിനെ ആകാം, അവരുടെ പ്രൊഡക്ഷനെ ആകാം, ഒക്കെ ബാധിക്കും. അപ്പൊ എന്ത് ചെയ്യണം? അത് മാനേജ്മെന്റിന് നോട്ടീസിൽ കൊടുക്കുക, മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. ആൻഡ് ഹാവ് ടു ഗെറ്റ് സം ഗുഡ് സൊല്യൂഷൻ. അത് നല്ലൊരു പരിഹാരം കാണും. തീർച്ചയായിട്ടും അത് തന്നെ പരിഹരിക്കണം. പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ആ പാത്വേ, ആ ഒരു മുന്നോട്ടുള്ള യാത്ര തടസ്സങ്ങളൊക്കെ നീക്കി, കംപ്ലൈന്റുകൾ പരാതികളൊക്കെ നീക്കി ഒരു സ്മൂത്ത് വേ ആക്കി മാറ്റിയാൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പൊ എന്ത് ചെയ്യാം? പല പ്രശ്നങ്ങളും നമുക്ക് അങ്ങനെ നേരിടണം. അങ്ങനെയാണ് പരിഹരിക്കേണ്ടത്. അല്ലാതെ അവിടെ കൂട്ടി ഇട്ടിട്ട് ഈ അവസാനം നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വരെ കൊണ്ടെന്ന് എത്തിച്ച കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്ത് ഗ്രീവൻസുകളുണ്ടെങ്കിലും ഇറ്റ് ഷുഡ് ബി ബ്രോട്ട് ഇൻ ടു ദ നോട്ടീസ് ഓഫ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഏത് എംപ്ലോയീസിനാണോ നമുക്ക് എന്താ പറയുക ഇത്രയും ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്, തൃപ്തിക്കുറവ്, താല്പര്യക്കുറവൊക്കെ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുക. മാനേജ്മെന്റിനെ നേരിട്ട് അറിയിക്കുകയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടൊക്കെ കുറെ കമ്മിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഓർഗനൈസേഷനിൽ തന്നെ ഗ്രീവൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കമ്മിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെ അറിയിക്കുക, അല്ലെങ്കിൽ കൺസേൺഡ് പേഴ്സൺസ് അതുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുക. ഓക്കെ, ഒരു ഗ്രീവൻസ് ഇൻ ദ റിട്ടേൺ കംപ്ലൈന്റ് ഫോം, ഒരു എഴുതി തയ്യാറാക്കിയ പരാതി രൂപത്തിൽ എംപ്ലോയീസ് എല്ലാം കൂടി ഫയൽ ചെയ്ത് മാനേജ്മെന്റിന് ക്ലെയിമിംഗ് ദെയർ അൺഫെയർ ട്രീറ്റ്മെന്റ്. നമ്മൾ ഈ രീതിയിലൊന്നുമല്ല, ഞങ്ങൾ ഇവിടെ നല്ല രീതിയിലൊന്നുമല്ല ഓർഗനൈസേഷനിൽ ട്രീറ്റ് ചെയ്യണത്. അങ്ങനത്തെ എന്തെങ്കിലും പരാതികളൊക്കെ എഴുതി പിടിപ്പിച്ച് അത് റിട്ടേൺ കംപ്ലൈന്റ് എംപ്ലോയീസ് ഫയൽ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് എന്ന് വിളിക്കുക. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. എ ഗ്രീവൻസ് ഈസ് എ റിട്ടേൺ കംപ്ലൈന്റ് ഫൈൽഡ് ബൈ ആൻ എംപ്ലോയി ആൻഡ് ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ്. അണ്ടർലൈൻ ചെയ്തോ? ഒന്നാമത്തെ എംപ്ലോയി ഗ്രീവൻസിലെ ഒന്നാമത്തെ പോയിന്റും മൂന്നാമത്തെ പോയിന്റും അണ്ടർലൈൻ ചെയ്യും. 1, 3. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്താണ് ഈ ഗ്രീവൻസുകൾക്ക് കാരണം? എന്തിനെ സംബന്ധിച്ച പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാകാം എംപ്ലോയീസിന്. പ്രോസസ് ഓഫ് ഗ്രീവൻസുകളാണ് പ്രധാനമായിട്ടും. കുറച്ച് ഗ്രീവൻസിന്റെ സാധ്യതകൾ വരുന്ന അല്ലെങ്കിൽ ഇത്തരം പരാതികൾ വരാനുള്ള സാധ്യതയുള്ള ചില പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ടിപ്പിക്കലായിട്ട് വർക്കേഴ്സിന്റെ ഇടയിൽ ഉണ്ടാകാറുള്ള പരാതികൾക്ക് ചില ഉദാഹരണങ്ങളാണ്. റിഗാർഡിംഗ് വേജസ്, എന്തിനെ സംബന്ധിച്ചാണ്? അവരുടെ കൂലിയെ സംബന്ധിച്ച് പരാതികൾ ഉണ്ടാകാം. പറഞ്ഞ കൂലിയല്ല കൊടുക്കണേ, ഞങ്ങളോട് ജോലിക്ക് വന്നപ്പോ ഇന്നതാണ് തരാന്ന് പറയാം, പക്ഷെ അത് കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് പരാതികൾ ഉണ്ടാകും. റിഗാർഡിംഗ് സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്തെങ്കിലും അവര് വന്ന് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യാനോ ഇവാലുവേറ്റ് ചെയ്യാനോ പെർഫോമൻസ് ഒക്കെ നോക്കാനൊക്കെ ആളുകളൊക്കെ വിടും. അതിനുവേണ്ടിയുള്ള സൂപ്പർവൈസേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ആ സൂപ്പർവൈഷനിലും ഉണ്ടാകുന്ന പരാതികളുണ്ടാകും. ചിലപ്പോ സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്ത് അവര് നമ്മളോട് ഏത് രീതിയിൽ പെരുമാറുന്നു, അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് മോശമാണ് അങ്ങനെ പറയുക, അല്ലെങ്കിൽ അവര് ശരിക്കും സൂപ്പർവിഷന് വേണ്ടി മര്യാദയ്ക്ക് അവര് ജോലിക്കാർ വരുന്നില്ല, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടും പരാതികൾ ഉണ്ടാകാം. റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്, ഇപ്പൊ വ്യക്തിപരമായിട്ട് ഒരു ഇംപ്രൂവ്മെന്റ്, ഞാൻ ഇന്നതൊക്കെ ചെയ്തു പക്ഷെ എനിക്ക് അതിനനുസരിച്ച് ആ ഒരു പദവി എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് അതിനുള്ള കൺസിഡറേഷൻ കിട്ടുന്നില്ല, എനിക്ക് അതനുസരിച്ചുള്ള സ്റ്റേറ്റസ് ഈ ഒരു ഓർഗനൈസേഷൻ കിട്ടുന്നില്ല, അങ്ങനെ പരാതി വരുമ്പോൾ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകും. അവര് അവരുടെ ഉന്നമനം അല്ലെ പേഴ്സണൽ ഗ്രോത്ത്, വ്യക്തിപരമായ ഒരു വളർച്ചയും കൂടി ഓരോ എംപ്ലോയീസും ആഗ്രഹിക്കുന്നുണ്ട്. ആ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിന് കോട്ടം വരുത്തുന്ന മറ്റേതെങ്കിലും ഘടകങ്ങൾ അവിടെ ഉണ്ടെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിലും എംപ്ലോയീസിന് പരാതികൾ ഉണ്ടാക്കണം. അതൊക്കെ പരിഹരിക്കണം. ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ്, ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ജോലിക്കാർക്ക് അവർക്ക് അതിനു വേണ്ടിയുള്ള ചുറ്റുപാടൊക്കെ കൊടുക്കണം അല്ലെ. ഒരു വാഷ്റൂമോ അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലുമൊക്കെ ഫെസിലിറ്റീസ്, ഇപ്പൊ ചൂടൊക്കെയുള്ള കാലഘട്ടത്തിൽ ഫാനൊന്നും ഇല്ലാണ്ടൊക്കെ ജോലി ചെയ്യുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരം സൗകര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ അതൊക്കെ കൃത്യമാക്കി കൊടുക്കുക, അങ്ങനെയുള്ള സൗകര്യം. അപ്പൊ ജനറൽ ആയിട്ട് പൊതുവായിട്ടുള്ള ചില പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില കണ്ടീഷൻസ് അവസ്ഥകളൊക്കെ കൃത്യമായി കിട്ടിയില്ലെങ്കിലും അവർക്ക് പരാതികൾ ഉണ്ടാകാം. ആൻഡ് ലാസ്റ്റ് കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ളൊരു വിലപേശലാണ്. എല്ലാവരും കൂടി എംപ്ലോയീസ് എല്ലാവരും കൂടി ചേർന്നിട്ട് അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില വിലപേശലുകൾ. ഇതൊക്കെ
കംപ്ലൈന്റുകളാണ്, പരാതികളുടെ കാരണങ്ങളാണ്. എംപ്ലോയി ഗ്രീവൻസിന്റെ പ്രോസസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ആ 5 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഏതൊക്കെയാണ് കോസസ് ഓഫ് ഗ്രീവൻസിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. റിഗാർഡിംഗ് വേജസ്, റിഗാർഡിംഗ് സൂപ്പർവിഷൻ, റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ എൻഹാൻസ്മെന്റ് ഓർ അഡ്വാൻസ്മെന്റ്, ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇഫ് ദ എംപ്ലോയീസ് ഹാവ് സം കംപ്ലൈന്റ്സ് റിഗാർഡിംഗ് എനി പർട്ടിക്കുലർ സിറ്റുവേഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു മെഷീനറി ഉണ്ട്. അവിടെ ഒരു ഗ്രീവൻസ് റീഡ്രസൽ മെഷീനറി എന്ന് വിളിക്കും. എന്ന് വിളിക്കും ഗ്രീവൻസ് റീഡ്രസൽ മെഷീനറി എന്ന് വെച്ചാൽ എന്താ? ഗ്രീവൻസുകളെ പരിഹരിക്കുന്ന ഒരു മെഷീനറി, ഒരു സിസ്റ്റം അതുണ്ടാകണം എല്ലാ ഓർഗനൈസേഷനും. അത് വളരെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. എന്താ ഇവരുടെ ജോലി ആയിരിക്കാം? മെഷീൻ എന്തിനെ സഹായിക്കുന്നത്? നമ്മളെ പല മെഷീൻസ് ഉപയോഗിക്കുന്നവരല്ലേ നമ്മള്. നമ്മുടെ വീടുകളിൽ ചെറുതും വലുതുമായ ഒരുപാട് മെഷീൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മിക്സി, വാഷിംഗ് മെഷീൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്തിനാണ്? ടു സിംപ്ലിഫൈ അവർ ജോബ് ടാസ്ക്. നമ്മുടെ വീട്ടിലെ ജോലികളെ കുറയ്ക്കാൻ വേണ്ടി, ലഘൂകരിക്കാൻ വേണ്ടി, ജോലിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷീനറീസ് ഉപയോഗിക്കുക. ഒരു ഓർഗനൈസേഷനിൽ ഗ്രീവൻസ് റീഡ്രസൽ മെഷീനറി എന്തിനായിരിക്കാം? ടു റെഡ്യൂസ് ദ ഇഫക്റ്റ് ഓഫ് കംപ്ലൈന്റ്സ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഈ തരം പരാതികളുടെ കാഠിന്യമൊക്കെ കുറയ്ക്കാൻ ഇങ്ങനെ ഒരു മെഷീനറി, ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചാൽ അത് വളരെ കൃത്യമായി പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യാം? പല തർക്കങ്ങൾ ഓർഗനൈസേഷനും അതുപോലെ മാനേജ്മെന്റും അതുപോലെ തന്നെ ലേബറേഴ്സ്, എംപ്ലോയീസും മാനേജ്മെന്റും ഒക്കെ തമ്മിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ല രീതിയിൽ പരിഹരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു മെഷീനറി. ഓക്കെ, മെഷീനറി ഒരു മെഷീൻ അല്ല കേട്ടോ, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ചേർന്നിട്ടുള്ള ഒരു അതാണ്. അതിനൊരു സിസ്റ്റം. ഇതെങ്ങനെ പരിഹരിക്കാനായിട്ട് പലരുടെ ആശയങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ചില ഡാറ്റേഴ്സ് മുന്നിലെ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിച്ചു എന്നുള്ളതിന്റെ ഡാറ്റ കളക്ട് ചെയ്ത് അങ്ങനെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അതിനൊരു നല്ല സൊല്യൂഷൻ കൊണ്ടുവരേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ളൊരു മെഷീൻ. അത് ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണം ഏത് ഓർഗനൈസേഷനും. അപ്പോൾ എന്ത് ചെയ്യാം? ഇത്തരം പരാതികളുടെയും പരിഭവങ്ങളുടെയും ഒക്കെ ആ കാഠിന്യവും എണ്ണവും ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഓർഗനൈസേഷൻ എത്രയും പെട്ടെന്ന് അവിടുത്തെ ആ ഒരു എംപ്ലോയിയും മാനേജ്മെന്റ് തമ്മിലുള്ള റിലേഷൻ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാനും അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് ഏറ്റവും അവസാനത്തെ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു മിഷനറി, ഗ്രീവൻസ് റീഡ്രസൽ മിഷനറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് റിസോൾവ്സ് മോസ്റ്റ് ഓഫ് ദ ഡിസ്പ്യൂട്ട്സ് എമംഗ് ദ ലേബർ ആൻഡ് മാനേജ്മെന്റ്. മാനേജ്മെന്റും ലേബേഴ്സും തമ്മിലുള്ള പല തർക്കങ്ങളും ഒഴിവാക്കാൻ ഗ്രീവൻസ് റീഡ്രസൽ മിഷനറി നന്നായി വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. So that was the end of the part of human resource management. നമ്മുടെ പഠിച്ചുകൊണ്ടിരുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗമായിരുന്നു അത്. അപ്പൊ നമ്മുടെ ചാപ്റ്റർ തീർന്നു. 4th മൊഡ്യൂളിൽ ഒരു ചാപ്റ്റർ നമുക്ക് വേണ്ടി ഇവിടെ വീണ്ടും വെയിറ്റിംഗിലാണ്. ചാപ്റ്ററിന്റെ പേരെന്താണെന്നറിയോ? 4th മൊഡ്യൂളിലേക്ക് എത്തിയില്ല എല്ലാ ടീച്ചർമാരും. ഇനി ഉണ്ടോ? എത്ര ചാപ്റ്റർ ഇതെടുക്കാൻ ഒന്ന് വേഗം പറഞ്ഞു എനിക്ക്. വേഗം പറഞ്ഞു തന്നാൽ എളുപ്പമായിരുന്നു. കാരണം ഏതെങ്കിലും ചാപ്റ്റർ മിസ്സായി പോയോ എന്ന് ഒന്നറിയണം. മൂന്നാമത്തെ മൊഡ്യൂൾസിൽ എല്ലാ ചാപ്റ്ററും തീർന്നോ? 3. യെസ് മാം. യെസ്, തീർന്നു. ആൻഡ് 4ാമത്തെ മൊഡ്യൂളിൽ എല്ലാം തീർന്നോ? ഇല്ല. എത്ര ഉണ്ടാവും ഏകദേശം? 3rd മൊഡ്യൂളിൽ എത്ര ചാപ്റ്റേഴ്സ് തീരാറുണ്ട്? എന്റേത് ഇതാണ്, മെഡിക്കൽ ഇൻഷുറൻസ്. ഈ ഒരു ചാപ്റ്റർ എന്റെയാണ്. എല്ലാം തീർന്ന് ഹൗസ് കീപ്പിംഗ് ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, എന്റെയാണ്, ഞാനാണ് എടുക്കുന്നത്. പിന്നെ അഞ്ചാമത്തെ ചാപ്റ്റർ ഗ്യാസ് സിസ്റ്റം. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം അല്ലേ? ആണോ? യെസ് മാം. അപ്പൊ 3. ബാക്കി 8 എടുത്തോ? പിന്നെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. അതുണ്ട് 4. ബാക്കി 7 എടുത്തോ? 11 ചാപ്റ്റേഴ്സ് ഉണ്ട് അതിനകത്ത്. 4ാമത്തെ മൊഡ്യൂളിൽ 11 ചാപ്റ്റേഴ്സ് ആണുള്ളത്.
നിങ്ങൾക്ക് പറഞ്ഞതനുസരിച്ച് 4 എടുത്തിട്ടില്ല മീൻസ് 7 എടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ അർത്ഥം യെസ് മാം. അത് എടുത്തോണ്ടിരിക്കുക. ഓരോരുത്തരുടെ കയ്യിലുള്ളത് ഉണ്ടായിരിക്കും. ഓക്കെ, അതൊന്ന് ഞാൻ കൺഫേം ചെയ്യുന്നത്. ഇടയിൽ ആരെങ്കിലും അപ്പൊ ഇന്ന ചാപ്റ്റർ ഉണ്ട് എടുക്കാത്തവര് ഇത്രയും പറഞ്ഞിരിക്കുന്നത്, ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഉണ്ട്. ഏതെങ്കിലും മിസ്സാവണ്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ ഇവിടെ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ടൈം ടേബിൾ അയ്യോ ചാപ്റ്റർ എടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കേ. അതുകൊണ്ടാണ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത ദിവസം അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്ക്. ഏതെങ്കിലും ചാപ്റ്റർ എടുക്കാത്തതുണ്ടോ, ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നതും തീർന്ന ചാപ്റ്റർ എന്ന് പറയാമോ? എടുത്ത് തീർന്നതെന്ന് മാത്രം പറഞ്ഞേ. ഫുൾ കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റർ മാറ്റി നിർത്തിയത് എന്റെ 4th മൊഡ്യൂളിലെ കാര്യമുള്ള 4th-ലെ 3rd-ലെ കംപ്ലീറ്റ് ചെയ്തെന്ന് എനിക്കറിയാം. 4th-ലെ കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? ആണല്ലോ, വേഗം പറ. ഓവർവ്യൂ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതെടുത്തു, ഓവർവ്യൂ എടുത്തു. പിന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് എടുത്തു. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സിസ്റ്റം അല്ലെ, സിസ്റ്റം എടുത്തു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതേ കംപ്ലീറ്റ് ആയിട്ട് തീർന്നത് മാത്രം പറയും. എടുത്തോണ്ടിരിക്കുന്നത് 2 തന്നെയുള്ളൂ. 2 ബാക്കി അപ്പോ എന്താ പറയാ 9 എടുത്തുകൊണ്ടിരിക്കുന്നതിലും എടുക്കാനുള്ളതിലും പെട്ടേക്കാണ് അല്ലെ. 9 എടുക്കാനുള്ളതിലും എടുക്കുന്നതിലും പെട്ടേക്കാണ്. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ. 4 നിങ്ങൾ എടുത്തിട്ടില്ല പറഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ബാക്കി 5 ഉണ്ട്. 5 ഓൺ ഗോയിങ് ആണ്. അതെങ്ങനെ ശരിയാവും? 5 ടീച്ചർമാരില്ലല്ലോ ഇവിടെ. ഇല്ല, 3 ഓൺ ഗോയിങ്. 3 ഓൺ ഗോയിങ് ഉള്ളു. അപ്പൊ ഇവിടെ കൺഫേം പോയി. 3 ചാപ്റ്റർ രമ്യ മിസ്. 3 ചാപ്റ്റർ രമ്യ മിസ്സിന്റെ ഉണ്ട്. 1 ചാപ്റ്റർ ആതിര മിസ്, 1 ചാപ്റ്റർ സോളി മിസ്. 3 ചാപ്റ്റർ ഉണ്ട് രമ്യ മിസ്സിന് അല്ലെ. മറ്റവർക്ക് 2 പേർക്കും അറിയാവുന്ന. ഓക്കെ, യെസ്. ശരി, കൊണ്ടുവന്ന് ഇതാക്കി നോക്കണം കേട്ടോ. ഏതെങ്കിലും ചാപ്റ്ററിൽ മിസ്സാകണ്ടോ നോക്കണം. എനിക്കാണെങ്കിൽ ആകെ 1 hour ഉള്ളൂ ആഴ്ചയില്. ആ 1 hour കൊണ്ടാണ് എനിക്ക് എടുക്കാനുള്ള ഒരു ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് തീർക്കേണ്ടത്. നോക്കാം, എനിക്ക് തന്നെ എടുക്കുന്നത് തന്നെയാണ് ആ ചാപ്റ്റർ. ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററാണ്. പക്ഷെ എന്നെ കൊണ്ട് തന്നെ ചിലപ്പോ അവർ എല്ലാവരെ കിട്ടിയാൽ കുഴപ്പമില്ല. വേറെ ക്ലാസ് വരാത്ത രീതിയിൽ എടുത്തു തീർത്തോളാം. അതല്ലെങ്കിൽ ചിലപ്പോ നമുക്കൊന്ന് ചിലപ്പോ തീരുന്ന ആളുകൾക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എനിക്ക് തന്നെ എടുക്കണമെന്ന് കണ്ടാൽ താല്പര്യം. കാരണം മെഡിക്കൽ ഇൻഷുറൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്ററാണ്. അതുകൊണ്ട് എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ ടീച്ചറെ വേറെ ആർക്കെങ്കിലും അത് തീരുന്നത് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഓക്കെ എടുത്താ മതി. മാം എടുത്താ മതി. എടുക്കാവുന്ന എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ മാക്സിമം ഓക്കെ. അടുത്ത ദിവസം മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങും. അപ്പോഴത്തെ ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം വേറെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത ക്ലാസ്സുകൾ വരികയാണെങ്കിൽ ഞാൻ തന്നെ എന്തായാലും എടുത്ത് തീർക്കാൻ നോക്കാം. ഓക്കെ, ഇൻഷുറൻസ് ആണ്. അപ്പൊ സിമ്പിൾ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചാപ്റ്ററാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. പഠിക്കാൻ വേണ്ടി മാത്രമല്ല, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾക്ക് ഇൻഷുറൻസിന്റെ പ്രാധാന്യം, ഒരു മെഡിക്ലെയിം ഇൻഷുറൻസ് ഒക്കെ എത്രത്തോളം നമ്മുടെ ഇത്തരം ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ നമ്മളെ എന്തോരം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ടൊക്കെ പറഞ്ഞു വെക്കുന്ന ചാപ്റ്ററാണ് ഇൻഷുറൻസ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, സീ യു, ബൈ. താങ്ക് യു മാം. താങ്ക് യു.